പ്രിയപ്പെട്ട അമ്മമാരെ, കുട്ടികളെ, കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനയം നിറഞ്ഞ നമസ്കാരം. നിങ്ങളേതാണ്ട് 2 മണിക്കൂറായി കാത്തിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു അല്ലേ? ഇങ്ങോട്ട് എത്താൻ വേണ്ടി ഞാൻ ഏകദേശം 8 മണിക്കൂറായി കാത്തിരിക്കുന്നു. രാവിലെ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തൊട്ട്. ഇടി ആര്യ, നീ വന്നേ, നീ ഇവിടെ ഇരുന്നേ, ഞാൻ പറയാം, നമുക്ക് ഒന്നിച്ചു പോവാം. ഇതാ ബാബാ, ഒന്നുമില്ല, നീ വന്നു, ഞാൻ പറഞ്ഞോളാം അതൊക്കെ. അത് തന്നെ, നീ ഇവിടെ ഇരി. ബാ, ഞാൻ അതിന്റെ കഥയൊക്കെ പറഞ്ഞുതരാം, എന്നിട്ട് നീ മനസ്സിലാക്ക്. എന്താ വൈകിയെന്നുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. മക്കളെ എല്ലാവരും ഒന്ന് ഇരുന്നേ. അപ്പോ 2 മണിക്കൂറായി കാത്തിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. വലിയ പ്രസക്തിയുള്ള ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പാലക്കാട് സ്ഥാനാർത്ഥിയാണ് എന്നുള്ള പ്രഖ്യാപനം വന്ന് എന്നോട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും പാലക്കാടേക്ക് പോകേണ്ടി വരും, നിങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ നല്ല മനസ്സിന് ഇവിടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞു, ഞാൻ നിങ്ങളോടൊന്നും ആവശ്യപ്പെടില്ല. എൻ്റെ ഏതെങ്കിലും കൂട്ടുകാരനെ കാണാൻ പോകണമെന്നോ, എൻ്റെ ഏതെങ്കിലും ബന്ധുവിൻ്റെ വീട്ടിൽ ഉണ്ണാൻ പോകണമെന്നോ, എൻ്റെ ബന്ധുക്കളൊക്കെ ഇവിടെ കുഴൽമന്നത്തുണ്ടേ, ഒരു 2 മിനിറ്റ് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ പ്ലാൻ ചെയ്തോ, ഞാൻ എവിടെ പോകണം, എപ്പോൾ പോകണം, എങ്ങനെ പോകണം, ആരെ കാണണം, ആരോട് മിണ്ടണം, എത്ര നേരം മിണ്ടണം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തോ. ഞാൻ അടിമയായി നിൽക്കാം, കാരണം നിങ്ങളാണല്ലോ പാലക്കാട് അറിയുന്ന ആളുകൾ തൽക്കാലം. അങ്ങനെ നിങ്ങൾ ചാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. എൻ്റെ നല്ല മനസ്സിന് ഇവരൊരു ചാർട്ട് ചെയ്തു. ഇന്നലെ ഒരു ദിവസത്തെ കഥ ഞാൻ പറയാം. ഒരു 7 മണിക്കൂർ ഓപ്പൺ ജീപ്പിൽ പാലക്കാടിലൂടെ എല്ലാം പോയി കഴിഞ്ഞിട്ട് ഈസ്റ്ററാണ്. രാത്രി 12 മണിക്ക് ഒരു പള്ളി, 1 മണിക്ക് ഒരു പള്ളി, 2:30 മണിക്ക് വേറൊരു പള്ളി. 2:30 മണിക്ക് വേറൊരു പള്ളിയിലെ കുർബാന കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഓടിപ്പോയി കുളിച്ചിട്ട് വാ, 4 മണിക്ക് മീൻ മാർക്കറ്റ് തുറക്കും, നമുക്ക് അവിടെ പോകണമെന്ന്. അങ്ങനെ 4 മണിക്ക് മീൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ട് കുടുംബസംഗമം, യാത്രകൾ അങ്ങനെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എല്ലായിടത്തും കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇത്ര നേരം കാത്തിരിക്കുന്നതല്ലേ, അവരൊരു 4 ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് പറയും. 5 മിനിറ്റ് ചേട്ടാന്ന് 10 പേര് പറയുമ്പോൾ അത് 50 മിനിറ്റായി. അങ്ങനെ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ 5 മിനിറ്റ് ചേട്ടാന്ന് 10 പേര് പറയും. അങ്ങനെ എല്ലായിടത്തും 2.5 മണിക്കൂർ വൈകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വൈകലൊരു വലിയ പ്രശ്നം എനിക്കും നിങ്ങൾക്കുമല്ല. കാരണം നമ്മൾ എന്തായാലും 10 വർഷം കാത്തിരുന്നില്ലേ, ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കാത്തിരിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമുക്കൊരു നല്ല നാളുകളിലേക്ക് നമ്മൾ കടന്നു വരാൻ പോവുകയല്ലേ. പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കാലഘട്ടം ആലോചിച്ച് നോക്കിയാൽ കേരളവും പാലക്കാടും ഒന്നിച്ച് UDF ഭരിച്ച സമയമാണ്. ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുന്നു, ഷാഫി പാലക്കാടിൻ്റെ MLA ആയിരിക്കുന്നു. ആ സമയമായിരുന്നു പാലക്കാടിൻ്റെ ഏറ്റവും ഗംഭീരമായ സമയം. അതുപോലൊരു സമയത്തേക്ക് നമ്മൾ വീണ്ടും വരാൻ പോവുകയാണ്. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം എന്നെ പറ്റിയുള്ളൊരു വലിയ ആരോപണം ഞാൻ സിനിമാ നടനാണെന്നുള്ളതാണ്. അപ്പം ഭയങ്കര സിനിമാ നടനാണ്, അവൻ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകും, സിനിമാ നടനാണ്, തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ബാക്കി 2 പാർട്ടിയിലും 50-ലധികം സിനിമകളിൽ നായകന്മാരായിട്ട് അഭിനയിച്ചവർ ഇലക്ഷന് നിന്നിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. ഞാനാണെങ്കിൽ ആകെപ്പാട് 50 പടത്തിലേ അഭിനയിച്ചിട്ടുള്ളൂ, അതിൽ 35 പൊളിഞ്ഞും പോയി. ഞാൻ സിനിമാ നടനായത് സത്യത്തിൽ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ, സിനിമയിൽ നിന്നപ്പോഴൊന്നും ആരും ഞാൻ സിനിമാ നടനാന്ന് അംഗീകരിച്ചില്ലായിരുന്നു. രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ പറഞ്ഞ് സിനിമാ നടനാക്കി. അങ്ങനെ പറഞ്ഞെന്നെ ഒരു വലിയ നടനാക്കിയ മറ്റു പാർട്ടിയിലുള്ള എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ ആദ്യമായിട്ട് അറിയിക്കുന്നു. വലിയ നന്ദി അവരങ്ങനെ പറഞ്ഞതിനെല്ലാം. നമ്മൾ മത്സരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയിലാണ്. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നതിൽ ആദ്യത്തെ 2 വാക്കുകൾ കാക്കുക എന്നുള്ളതാണ് മുന്നണിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിലൊന്ന് ഐക്യവും, രണ്ടത് ജനാധിപത്യവുമാണ്. ഐക്യം എന്ന വാക്കിൻ്റെ പ്രത്യേകത, ഒരുപോലുള്ള ആളുകൾ ഒന്നിച്ചിരിക്കുന്നിടത്ത് ഐക്യത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. 10 പേര് ഒരേപോലുള്ള ആൾക്കാരാണ്, അവരൊന്നിച്ചിരിക്കുന്നു, അത് സ്വാഭാവികമാണ്. വ്യത്യസ്തമായ ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോഴാണ് ഐക്യം എന്ന വാക്കിന് എന്തെങ്കിലും ഒരു പ്രസക്തിയുള്ളൂ. അങ്ങനെ പലതരത്തിൽ വ്യത്യസ്തരായ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് എന്ന് പറയുന്ന പ്രദേശം. ടൗൺ അടുത്താണ്, ഗ്രാമം അടുത്താണ്, നല്ല അഗ്രഹാരങ്ങൾ അവിടെ നിൽക്കുന്നു, വേറെ സ്ഥലങ്ങൾ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളും ഒന്നിച്ച് താമസിക്കുന്ന അതിമനോഹരമായൊരു സ്ഥലമാണ് പാലക്കാട്. ആ പാലക്കാടിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ വന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ തരുന്ന സ്നേഹം അകമഴിഞ്ഞതാണ്. ആ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ രാത്രി ഇത്രയും 2 മണി വൈകിട്ട് എനിക്ക് മുമ്പ് ഇപ്പോൾ മുസ്തഫയ്ക്കൊക്കെ പ്രസംഗിച്ച്
കേരളം എന്താണ്, കേന്ദ്രം എന്താണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങളോട് പറഞ്ഞു കാണും. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഗുണം എന്താണെന്ന് അറിയാമോ? അവരുടെ വോട്ടർമാരുടെ മുഖം കണ്ടിട്ട് അവരുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം. അമ്മേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർന്നിട്ട് വീട്ടിൽ പോയി ചോറുണ്ടാ മതി എന്നല്ലേ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ആ മനസ്സിലാകാനുള്ള കപ്പാസിറ്റി എനിക്ക് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു തെരഞ്ഞെടുപ്പിന് നമ്മുടെ പ്രചരണം അത്ര പോരാ, ബാക്കിയുള്ളിടത്തൊക്കെ ഫ്ലക്സും ബോർഡുകളൊക്കെ വളരെ കൂടുതലാണ്. ശരിയാണ്. പാലക്കാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘടന പരിശോധിച്ചാൽ എപ്പോഴും ഫ്ലക്സ് ബോർഡുകളിലും ഹോർഡിങ്ങുകളിലും ബോർഡുകളിലും പോസ്റ്ററുകളിലും BJP ആയിരിക്കും മുന്നിൽ. വാർത്തകളിലും പത്രപരസ്യങ്ങളിലും TV-യിലും റേഡിയോയിലും ഒക്കെ LDF ആയിരിക്കും മുന്നിൽ. പക്ഷേ റിസൾട്ട് വരുമ്പം UDF ആയിരിക്കും മുന്നിൽ. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് എങ്ങനെയൊക്കെ ആരൊക്കെ വന്ന് കളിച്ചാലും അവസാനം നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിച്ചെടുക്കാറുണ്ട്. അപ്പം സിനിമാക്കാരെന്നുള്ള ആരോപണം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത്, സിനിമയിൽ ഞങ്ങൾ എപ്പോഴും പറയും, എത്ര പോസ്റ്റർ വെച്ചാലും എത്ര ബാനർ വെച്ചാലും ഏതെല്ലാം നടന്മാർ TV-യിൽ വന്നിട്ട് നീ സിനിമയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചാലും ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്. ഇതുവരെ പോസ്റ്റർ കണ്ടിട്ട് മാത്രം ഞാനൊരു സിനിമയ്ക്ക് പോയിട്ടില്ല, അഭിപ്രായം കേട്ടിട്ടാണ് പോകുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം UDF-നെ പറ്റി നല്ല അഭിപ്രായം പറയുന്ന ഒരു വലിയ ജനത പാലക്കാട് ഉണ്ട് എന്നുള്ളതാണ് പാലക്കാട് എപ്പോഴും നമുക്ക് ധൈര്യം തരുന്ന ഒരു സ്ഥലമായി മാറുന്നത്. പോസ്റ്ററുകളിലൊക്കെ കണ്ടു മാറാത്തത് മാറും എന്നൊക്കെ. അങ്ങനെ മാറാത്തത് മാറാൻ പാടില്ല. നമ്മൾ നല്ല ക്രിസ്മസിന് കേക്കും പെരുന്നാളിന് ബിരിയാണിയും ഓണത്തിന് സദ്യയും എല്ലാം ഒന്നിച്ച് പങ്കുവെച്ച് ജീവിച്ച് പോകുന്ന ഒരു പരിചയം, ഒരു സ്നേഹം നമുക്കുണ്ട്. അത് മാറാൻ പാടില്ല, അത് മാറ്റാൻ നമ്മൾ ആരെയും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ മാറാത്തത് മാറണ്ട, അത് നമ്മുടെ കയ്യിൽ തന്നെ എപ്പോഴും സുരക്ഷിതമായിട്ട് ഇരിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരി പടരുന്നു, ക്രൈം കൂടുന്നു. ഒരു 10 ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും കൊലകളുടെ വാർത്തകൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും മോൻ അമ്മയെ വെട്ടിക്കൊന്നു, അച്ഛൻ മോളെ വെട്ടിക്കും, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നാടാണ്. നമ്മുടെ നാട്ടിലാണ് നമുക്ക് ഏറ്റവും ധൈര്യമുള്ളത്. പണ്ടൊക്കെ രാത്രി നാടകം കണ്ടു കഴിഞ്ഞോ, അടുത്ത വീട്ടിൽ TV കണ്ടു കഴിഞ്ഞോ ഒക്കെ നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയ ധൈര്യമാണ്. ഒരാളും കൂടെ അപ്പുറത്തെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും പറ്റിയാൽ അയാളുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ നാടിൻ്റെ ഇടവഴി കൂടെ നടക്കുമ്പോൾ പോലും ഒരാൾ എതിരെ നടന്നു വന്നാൽ ഇതൊന്ന് ക്രോസ് ചെയ്ത് പോകുന്നവരെ നമുക്ക് എന്തോ ഒരു പേടിയാണ്. ഇയാൾ നമ്മൾ വല്ലതും ചെയ്യുമോ, ഇതാരാ ഈ വരുന്നത്, ആരാണ് നമ്മുടെ പുറകെ നടക്കുന്നുള്ളൊരു ഭയം നമ്മളെ ഗ്രസിച്ചിരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് അപരൻ നമുക്കൊരു ബാധ്യതയായി മാറുന്നു. മനുഷ്യനെ വിശ്വാസമില്ലാതായിരിക്കുന്നു. ഇതൊന്നും അറിയാതെ സംഭവിച്ച കാര്യങ്ങളല്ല. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന, നമ്മളിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ്. ആ ദോഷങ്ങൾക്കൊന്നും നമ്മൾ വശംവദരാകരുത്. ഇനിയും സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് 2 മണിക്കൂർ നിങ്ങളെന്നെ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം പേരും എനിക്ക് വോട്ട് ചെയ്യുന്നവരാണെന്നും കൈപ്പത്തിയുടെ ആളുകളാണെന്നും എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഒരു 2 പേരോടും കൂടി പറയുമ്പോഴാണ് നമ്മുടെ വിജയം കൂടുതൽ ബലത്തിലാകുന്നത്. അത് കടയിൽ പോകുമ്പോഴോ പാല് മേടിക്കാൻ പോകുമ്പോഴോ പള്ളിയിൽ പോകുമ്പോഴോ ഒക്കെ കാണുന്ന ആളുകളോടെല്ലാം നിങ്ങൾ വോട്ട് ചെയ്യണം എന്നുള്ളത് പറയണം. പിന്നെ ചില അമ്മാവന്മാർക്കൊക്കെ ഒരു ശീലമുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ ചില അമ്മാവന്മാർ അങ്ങനെ ഉണ്ട്. ഇപ്പം കല്യാണം വിളിക്കാനൊക്കെ വന്നാൽ അവർ പറയും, അവൻ വന്നു, കല്യാണം പറഞ്ഞു, അത് ശരി, പക്ഷെ അവൻ വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ ആ കല്യാണത്തിന് പോകുന്നില്ല എന്നൊക്കെ പറയുന്ന ചില അമ്മാവന്മാരുണ്ട്. ഈ മഞ്ഞ തട്ടോട്ടോ ഇത്തേക്ക് അങ്ങനെയാണ്. അവൻ ഇവിടം വരെ വന്നു, അവൻ കുറേ രാഷ്ട്രീയമൊക്കെ തമാശയൊക്കെ പറഞ്ഞു, പക്ഷെ അവൻ വോട്ട് ചോദിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ലെന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ ചോദിക്കുന്നു, ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. പാലക്കാടിൻ്റെ ശബ്ദമായി നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിനയപുരസരം അപേക്ഷിക്കുന്നു. പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ പോകുന്ന അത്രയും വേഗത്തിൽ എനിക്ക് പോകാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം സെൽഫി എടുക്കുന്നതാണ്. ഫോട്ടോ എടുക്കുന്നത് ഒരു കുഴപ്പമല്ല, അതൊരു സ്നേഹമാണ്, സന്തോഷമാണ്. ആകെ 15 ദിവസവും ഇത്രയും സ്ഥലങ്ങൾ, അതിനകത്ത് ഇത്രയധികം ഫോട്ടോകൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനിയും 2 സ്ഥലങ്ങളിൽ കൂടി എത്തേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴും ഫോട്ടോ എടുക്കില്ല എന്നല്ലട്ടോ പറയുന്നത്. അപ്പം ഇപ്പം നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും കുറച്ച് അത്യാവശ്യക്കാർക്കൊക്കെ വേണ്ട കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും വരും, നമ്മൾ വീണ്ടും കാണും, നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. അവസാനം എൻ്റെ ഫോട്ടോ കൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ മെമ്മറി നിറഞ്ഞ് ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട അവസ്ഥ വരെ നമുക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ഗ്രൂപ്പായിട്ട് വന്നാൽ
ഫോട്ടോ എടുക്കാം. അപ്പോൾ എടുക്കാൻ പോയപ്പോഴുണ്ടായ കാര്യം വെച്ചാൽ എല്ലാവരും കൂടെ വന്ന് ആർക്കും നല്ല ഫോട്ടോ കിട്ടൂല. ആവശ്യക്കാരൻ ക്യാമറ എൻ്റെ കൈ കൊണ്ട് തരിക, സെൽഫി മോഡ് ഓണാക്കി തരിക, ഞാൻ എടുത്തു തരാം. എടുത്തെടുത്ത് നമുക്ക് കുറച്ച് ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ പിരിയാം, വീണ്ടും കാണാം, കണ്ടുകൊണ്ടേയിരിക്കാം. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.